നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ആദ്യത്തെ വകുപ്പ് നമുക്ക് ആരോഗ്യ വകുപ്പ് തന്നെ എടുക്കാം. ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി കെ മുരളീധരൻ എന്ന് പറയുന്ന ആളാണ്. കെ മുരളീധരൻ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു MLA ആണ്, ഒരു നേതാവാണ്. അദ്ദേഹം നിരവധി തവണ MLA ആകാനൊക്കെ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ നിന്ന് MLA ആയിരുന്നു. പിന്നീട് വടകരയിൽ നിന്ന് വളരെ ശക്തനായ ഒരു നേതാവായി മാറുകയും ചെയ്തിരുന്നു. MP ആയിരുന്നു എന്നുള്ളത് ഓർക്കണം. പിന്നീട് തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുന്നതിനിടയിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. വാട്ടവർ, അത് വിട്ടേക്കുക നമുക്ക്. പിന്നെ അതിൽ വേറൊരു പൊളിറ്റിക്കൽ ഇതിലേക്ക് പോകും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നമുക്കറിയാവുന്ന പോലെ ആരോഗ്യ വകുപ്പ് ആണ് അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വകുപ്പ് ആരോഗ്യ വകുപ്പാണ്. എന്നാൽ ഈ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് നമുക്കറിയാം, വീണ ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു സമയമുണ്ടായിരുന്നു. വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കഴിവില്ല എന്നും അവരെ കൊണ്ട് ഈ വകുപ്പ് ഭരിക്കാൻ കൊള്ളില്ല എന്നും അതുകൊണ്ട് കളഞ്ഞിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്ന ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കെ മുരളീധരൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുന്നില്ല എങ്കിൽ തന്നെ കെ മുരളീധരൻ നമുക്കിവിടെ കോവിഡ് പകർന്നു പിടിക്കുന്ന സമയത്ത് കേരളത്തിൽ നടത്തിയിട്ടുള്ള വിപ്ലവകരമായ ചില വാക്കുകളുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ, സെൻറ്റിഗ്രേഡിൽ കൂടുതലാണ് നമ്മുടെ താപനിലയെങ്കിൽ കോവിഡിൻ്റെ രോഗാണുക്കൾ അല്ലെങ്കിൽ കോവിഡ് വൈറസ് മരിച്ചു പോകും എന്നുള്ളതായിരുന്നു അന്ന് ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കണ്ടെത്തിയ ഏറ്റവും വലിയ കാരണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു നിരീക്ഷണം. കാരണം ഈ സമയത്തൊക്കെ കോവിഡ് ഒന്നും ആക്രമിക്കില്ല. കാര്യം 30 ഡിഗ്രിക്ക് മുകളിലേക്ക് വരികയാണല്ലോ. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ 40 ഡിഗ്രി എന്നുള്ളതായി. അപ്പം അടിസ്ഥാനപരമായി ഒരു കാരണങ്ങളും ഇല്ലാതെ, കോവിഡിനെ കുറിച്ച് പോലും യാതൊരു ബോധ്യവുമില്ലാതെ, കോവിഡ് എന്ന് പറയുന്ന വൈറസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ലാതെ ഈ പറയുന്ന നിലവിലുള്ള ഒരു സംവിധാനത്തെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ PPE കിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ അക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് PPE കിറ്റ്. ഈ PPE കിറ്റിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ വലുതായിരുന്നു. അതായത് PPE കിറ്റ് ഇടുന്ന പലരും അദ്ദേഹത്തോട് പറയാറുണ്ട് അത്രേ, അവർക്ക് PPE കിറ്റ് ശ്വാസം മുട്ടലുണ്ടാകുന്നു, അവർക്ക് നേരെ ചൊവ്വേ ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം അവർക്ക് അവരുടെ ദിനചര്യകൾ പലതും, അതായത് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും അവർക്ക് നിർവഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആൾക്കാർ പോകുന്നു ഈ PPE കിറ്റ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ആകെപ്പാടെ ഒരു ശ്വാസം മുട്ടലോട് കൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത് എന്ന് പലരും അദ്ദേഹത്തോട് പരാതി പറഞ്ഞിരുന്നു എന്നും കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗ മധ്യേ പലയിടങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം ഈ പറയുന്ന രണ്ടാമത്തെ അവസ്ഥയിലേക്ക് വീണ്ടും അദ്ദേഹം ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള പല മണ്ടത്തരങ്ങളും ഇത്തവണ ആവർത്തിക്കുമോ എന്നുള്ള ഒരു സംശയം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഈ UDF ഭരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് എല്ലാ കാലഘട്ടത്തിലും തകർന്ന് തരിപ്പണമായ ചരിത്രം മാത്രമേ ഉള്ളൂ. അത് VS ശിവകുമാറിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന വരെയാണ് നമുക്ക് ആരോഗ്യവകുപ്പിനെ കുറിച്ച് നമുക്കുള്ള മരുന്നില്ല, ഡോക്ടർമാരില്ല, നല്ല കെട്ടിടങ്ങളില്ല, നല്ല എക്യുപ്മെൻസുകളില്ല, അങ്ങനെ നിരവധിയായ കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു ഈ UDFൻ്റെ ഭരണകാലഘട്ടം വരെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം മാറി ഇന്ന് ആരോഗ്യ മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യരംഗത്ത് ഉണ്ടായ മാറ്റം വളരെ വലിയ മാറ്റമാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന അത്രയും രീതിയിലേക്ക് നമ്മുടെ പൊതുജനാരോഗ്യ രംഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതേ നിലയ്ക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ അതോ ഇതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിയെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംശയം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും കേരളത്തിലെ ജനങ്ങൾ, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്ന് തന്നെയാണ് ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ കെ മുരളീധരൻ എങ്ങനെ ഈ വകുപ്പിനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നമ്മൾ എന്നുവെച്ചാൽ കെ മുരളീധരൻ്റെ മുമ്പിൽ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാര്യം ശൈലജ ടീച്ചറും ആറന്മുളയിൽ നിന്നുണ്ടായ വീണ ജോർജും ഇവർ രണ്ടുപേരും ആരോഗ്യവകുപ്പിനെ ഹാൻഡിൽ ചെയ്തതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവ് വെറും എന്താ പറയുക, ഗുണമില്ലാത്ത ഒരു മന്ത്രിയായി മാറി എന്ന് നാളെ ചരിത്രത്തിൽ എഴുതപ്പെടും. കാര്യം ഇവരെ രണ്ടുപേരേക്കും അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇവിടെ നിപ വന്ന സമയത്തും നമുക്കറിയാം, കോവിഡ് വന്ന സമയത്തും ഒക്കെ നമുക്ക് പകർച്ചപ്പനികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇതിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ സംവിധാനം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു നമ്മളുടേത്. എന്നാൽ അതുപോലെ ഒരു കാലത്തിലേക്ക് എത്താൻ അധിക സമയമില്ല. ഇനിയിപ്പോൾ നമുക്കറിയാം
മഴക്കാലജന്യ രോഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ സാംക്രമിക രോഗങ്ങളുടെയൊക്കെ ഒരു അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ഒരു സമയത്ത് ഏറ്റവും വിജിലൻ്റായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു വകുപ്പായി ഇത് ആരോഗ്യവകുപ്പ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് കുറച്ചധികം വിയർക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മറ്റ് ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് നമുക്കറിയാവുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ്. അതിൽ കഴിഞ്ഞ തവണ, അതായത് 2016 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രി തന്നെയാണ് ഇത്തവണയും, അത് പിറവത്തു നിന്നുള്ള അനൂപ് ജേക്കബാണ് ഇത്തവണയും അത് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന LDFിൻ്റെ കാലഘട്ടത്തിൽ അത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വിതരണ രംഗം അല്ലെങ്കിൽ പൊതുവിതരണ രംഗം വലിയ തട്ടുകേടില്ലാത്ത രീതിയിൽ വിലക്കുറവിനെയൊക്കെ ഓപ്പൺ മാർക്കറ്റിനേക്കാൾ വില കുറച്ച് സബ്സിഡി ഐറ്റങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അതിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ GR അനിലിന് വരെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അതിന് മുമ്പുണ്ടായിരുന്ന 2016 വരെ ഈ UDFിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഭരിച്ചുകൊണ്ടിരുന്ന അനൂപ് ജേക്കബിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയൊരു വിവാദമുണ്ടാകുന്നത്. ആ വിവാദം എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട് ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വിളമ്പിയ കഞ്ഞിയിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിളമ്പിയ കഞ്ഞിക്കുള്ളിൽ എലി ചത്ത് കിടന്നിരുന്നു. എലി ചത്ത അരി കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതൊരു വലിയ വിവാദ വിഷയമായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഒരു ഉറച്ച വെല്ലുവിളി കൂടി ഇതിനകത്തുണ്ട്. അതായത് കഴിഞ്ഞ തവണ വിദ്യാർത്ഥികൾ കുട്ടികൾക്ക് കൊടുത്ത ആഹാരത്തിൽ ഒട്ടും സേഫ്റ്റി ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നാളെ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക. പിന്നീട് ഈ അനൂപ് ജേക്കബ് എന്ന് പറയുന്ന മന്ത്രിക്ക് പിന്നീട് ആ സ്കൂളിൽ പോവുകയും കുട്ടികളോടൊപ്പം ഇരുന്നു കൊണ്ട് കഞ്ഞി കുടിച്ച് ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ദാരുണമായ ഗതികെട്ട ഒരു അവസ്ഥ അവർക്ക് ഈ പറയുന്ന മന്ത്രിക്കുണ്ടായി. ഇത്തവണ വീണ്ടും അത് ആവർത്തിക്കുമോ എന്നുള്ള ഒരു ശങ്ക നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 തവണയായി 2016 മുതൽ 26 വരെയുള്ള 10 വർഷ കാലയളവിൽ വിദ്യാഭ്യാസ വകുപ്പ് നേടിയിരിക്കുന്ന ഒരു വലിയ ഉന്നതിയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വലിയ മാറ്റമുണ്ട്. അതായത് നമുക്കറിയാം, 2016 അബ്ദുറബ് എന്ന് പറയുന്ന മന്ത്രി, UDFിൻ്റെ അബ്ദുറബ് എന്ന് പറയുന്ന മന്ത്രി കളമൊഴിഞ്ഞ് പോകുന്ന സമയത്ത് വിദ്യാഭ്യാസ രംഗം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏറെക്കുറെ ബോധ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം വന്ന രവീന്ദ്രൻ മാഷ് ഇവിടെ ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്തെ വലിയ മാറ്റത്തിലേക്ക് നയിച്ചു. ആ സമയത്ത് കോവിഡ് ഉണ്ടാകുന്നു. 2019 അവസാനവും 20 കൂടി കോവിഡ് ഇവിടെ ശക്തമായി വ്യാപിക്കുകയും കുഞ്ഞുങ്ങളെല്ലാം ലോക്ക്ഡൗണിൽ പെട്ട് വീട്ടിൽ അടച്ചു മൂടി ഇരിക്കപ്പെടേണ്ട ഒരു അവസ്ഥയും വന്നു. അപ്പോഴാണ് നമുക്ക് പുതിയൊരു വിദ്യാഭ്യാസ രീതി, ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം നമ്മളുടെ ഇടയിലേക്ക് വരുന്നു. അപ്പോൾ ഓൺലൈൻ സംവിധാനം വരുന്നു. തുടർന്ന് ഇവിടെ ഒരു ഹൈടെക് സംവിധാനത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറിയ കാഴ്ചയും നമ്മൾ ഈ പറയുന്ന 10 വർഷം കൊണ്ട് കണ്ട് പരിചയിച്ചു വരികയാണ്. UDFിൻ്റെ കാലഘട്ടത്തിൽ സ്കൂളുകൾ ലാഭകരമല്ലാത്തതുകൊണ്ട് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്ന തരത്തിലേക്ക് LDFന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിക്കൊണ്ടുവരാനും പരിഷ്കരിക്കുവാനും സാധിച്ചു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് മറ്റൊരു കാര്യം, ഇവിടെ സ്കൂളിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകങ്ങൾ പോലും കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു മുസ്ലിം ലീഗ് ആ കാലഘട്ടത്തിൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ വളരെ നമുക്ക് പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്, ഓണം ഇങ്ങ് നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന് ആ മന്ത്രി പറഞ്ഞു. ഇവിടെ സ്കൂൾ എഴുതാത്ത കുട്ടികൾ പോലും SSLC പരീക്ഷയ്ക്ക് ജയിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായി. അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇതിനെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു സംവിധാനമാക്കി മാറ്റിയെടുക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ശിവൻകുട്ടി എടുത്തിട്ടുള്ള പ്രയത്നം വളരെ വലുതായിരുന്നുവെന്നും ആ ശിവൻകുട്ടിയെ കൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ വളരെ മികച്ച രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതും ആ വകുപ്പിൻ്റെ ഏറ്റവും വലിയ വിജയമായി തന്നെ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഷംസുദ്ദീൻ ഈ പറയുന്ന ഇതിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ 2011 മുതൽ 16 വരെയുള്ള ഒരു കാലഘട്ടം വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഒരു സംശയം. കാരണം ഇന്നും ലീഗിന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു സാമ്യം ഉണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്ന കുട്ടികളുടെ ജീവിതത്തെയാണ്. കാര്യം കഴിഞ്ഞ 10 വർഷക്കാലമായി കുട്ടികൾ പഠിച്ചു, ഇന്ന് 2ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു 1ലോ ഒക്കെ ചേർന്ന കുട്ടികൾ ഇന്ന് 9ാം ക്ലാസ്സിലൊക്കെ എത്തിക്കുന്ന സമയമാണ്. അപ്പോൾ
ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല വർഷങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം വീണ്ടും ഒരു കെട്ടകാലത്തിലേക്ക് തിരിഞ്ഞു പോകേണ്ടി വരുമോ എന്നുള്ളൊരു ശങ്ക ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്കുണ്ടാവും. അപ്പോൾ ഷംസുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂലിയർ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ആ മന്ത്രി കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികൾക്ക് ഇതുവരെ വി ശിവൻകുട്ടിയും രവീന്ദ്രനാഥ് മാഷും എന്താണോ അവർക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് അതെല്ലാം നൽകാൻ തയ്യാറെടുക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വനിതാ ശിശുക്ഷേമം എന്ന് പറയുന്ന വകുപ്പ് അത് വീണ ജോർജിൻ്റേതായിരുന്നു. നമുക്കറിയാം കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കരുനാഗപ്പള്ളി വവ്വാക്കാവ് സ്വദേശിയായ ഒരു കുട്ടി അതിൻ്റെ ഒരു ഓച്ചിറ സ്വദേശിയായ ഒരു കുട്ടി അതിൻ്റെ ഒരു ആഗ്രഹം ബിരിയാണി വേണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം ആ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സാഹചര്യത്തിൽ ആ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബിരിയാണി നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയെടുത്ത സർക്കാരായിരുന്നു 16 മുതൽ അല്ലെങ്കിൽ 21 മുതൽ 26 വരെ കേരളം ഭരിച്ചത്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് വേണ്ട ആഹാരം അവർക്ക് പോഷകസമൃദ്ധമായ ആഹാരം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. എന്നാൽ പുതിയതായി വന്ന ബിന്ദു കൃഷ്ണയെ പോലെ ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഏറ്റവും വലിയ ടാസ്ക്കായി തന്നെ കരുതേണ്ടി വരും. ഇപ്പോൾ അതിന് ബിന്ദു കൃഷ്ണ പറയുന്ന 8 രൂപ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്ന മുടന്ത ന്യായം ഉയർത്തിക്കൊണ്ടാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ഫണ്ട് അനുവദിപ്പിക്കുക തുടങ്ങി ഒരുപാട് പ്രയത്നം അതിനകത്ത് ചെലുത്തേണ്ടി വരും. അതോടുകൂടി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന കാര്യം ശിശുക്ഷേമം എന്ന് പറയുന്നതിനെ ചിലപ്പോൾ ഒരുപക്ഷെ മാറ്റിവെക്കേണ്ട ഒരവസ്ഥയും ഒരുപക്ഷെ ബിന്ദു കൃഷ്ണയെ പോലുള്ള മന്ത്രിക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വകുപ്പുകളിലെ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളി വളരെ വലുതാണ്. കാരണം അവർക്ക് മുന്നേ LDF സർക്കാരിൽ കടന്നുപോയ മന്ത്രിമാർ ചെയ്തു വെച്ചതിൻ്റെ വാല് പിടിച്ചുകൊണ്ട് വളരെ കൃത്യമായി പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരെയെല്ലാം ജനം കാല് മടക്കി തൊഴിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.